എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയകാല നാടൻ പലഹാരമാണ്. നമ്മുടെ അമ്മമാര് പണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരം കൂടിയാണ്. ഏതൊരു കറിയുടെ ഒപ്പം സെർവ് ചെയ്യാനും പറ്റുന്ന ഈ ഒരു നാടൻ പലഹാരം നമുക്കെല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇനിയിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഡിന്നറിനും ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഈ ഒരു ഐറ്റം തന്നെ മതിയാകും. പഴയകാല നാടൻ പലഹാരങ്ങളുടെ രുചി നാവിൻ തുമ്പിൽ നിന്ന് പോകാത്തിടത്തോളം കാലം ഇതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ നമുക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒറോട്ടി വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഒറോട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 10ഓളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ നാളികേര കൂട്ട് ഇവിടെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ വെള്ളം ചൂടായും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു നാളികേര കൂട്ട് വെള്ളത്തിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. കൂടെ തന്നെ 1 സ്പൂൺ അളവില് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്തിട്ടുള്ളത് 2.5 കപ്പ് അളവിൽ വെള്ളമാണ്. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നീട് മിക്സിയുടെ ജാറ് കഴിയിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ 2.5 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ വെള്ളം നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവില് വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കാം. ചെറിയ തീയിലിട്ട് കൊടുത്ത് പൊടി നല്ലതുപോലെ ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പൊടി നല്ലതുപോലെ തന്നെ നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊടി പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരായ്മ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് നമുക്ക് പൊടി കുഴച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഭാഗവും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടി ഇപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കൈ കൊണ്ട് പൊടി ഒന്ന് കുഴച്ചുകൂടി എടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവമാണെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയാകും. ഈ ഒരു പലഹാരവും നമ്മുടെ അമ്മമാര് പണ്ട് കാലത്ത് ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരമാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടി ഞാനിവിടെ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈയൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. എല്ലാ ബോളും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾ ഒന്ന് പരത്തിയെടുക്കണം. ഒരു വാഴല വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ഓരോ ബോളും കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കയ്യിലൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കണം നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആദ്യ പലഹാരം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയായിട്ടാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടതും. കയ്യിലോട്ട് തന്നെ നമുക്ക് ഇതൊന്ന് അടർത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നും ഇതുപോലെ അടർത്തിയെടുത്ത് പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം മുരിയിച്ചെടുക്കാനായിട്ടും. ഒറോട്ടി മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് അടുത്തത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കുന്നതിനായിട്ട് അതുപോലെ ഒരു ബോള് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ മേലെയായിട്ട് ഒരു വാഴല വെച്ച് കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഒരേ കനത്തിലും പരത്തിയെടുക്കാൻ സാധിക്കും. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഒറോട്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിന്റെ മേലെയായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉൾഭാഗമൊക്കെ നല്ല പോലെ മുരിഞ്ഞു കിട്ടാനായിട്ട് ചെറിയ തീയിലിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്ന തനി നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഏതൊരു കറിയുടെ ഒപ്പം സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.